2024 കേരള സംസ്ഥാന വനിതാരത്ന പുരസ്കാര ജേതാക്കൾ ആരൊക്കെയാണ്? ടി ദേവി, കെ വാസന്തി, ഷെറിൻ ഷഹാന, എൻ വിനയ, ഡോക്ടർ നന്ദിനി കെ കുമാർ, പി കെ മേദിനി എന്നിവരാണ് ജേതാക്കൾ. കേരള സംസ്ഥാന വെയ്റ്റ് ലിഫ്റ്റിംഗ് അസോസിയേഷൻ്റെ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതയാര്? ചിത്ര ചന്ദ്രമോഹൻ. തിങ്കൾ പദ്ധതി എന്തിനു വേണ്ടി കേരള സർക്കാർ ആരംഭിച്ചു? ആർത്തവ ശുചിത്വത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കാനാണ് തിങ്കൾ പദ്ധതി. 2024 കേരള സംസ്ഥാന വനിതാരത്ന പുരസ്കാര ജേതാക്കൾ ആരൊക്കെയാണ്? ടി ദേവി, കെ വാസന്തി, ഷെറിൻ ഷഹാന, എൻ വിനയ, ഡോക്ടർ നന്ദിനി കെ കുമാർ, പി കെ മേദിനി എന്നിവരാണ് ജേതാക്കൾ. കേരള സംസ്ഥാന വെയ്റ്റ് ലിഫ്റ്റിംഗ് അസോസിയേഷൻ്റെ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതയാര്? ചിത്ര ചന്ദ്രമോഹൻ. സംസ്ഥാന തിങ്കൾ പദ്ധതി എന്തിനു വേണ്ടി കേരള സർക്കാർ ആരംഭിച്ചു? ആർത്തവ ശുചിത്വത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കാനാണ് തിങ്കൾ പദ്ധതി ആരംഭിച്ചത്. 2024 കേരള സംസ്ഥാന വനിതാരത്ന പുരസ്കാര ജേതാക്കൾ ആരൊക്കെയാണ്? ടി ദേവി, കെ വാസന്തി, ഷെറിൻ ഷഹാന, എൻ വിനയ, ഡോക്ടർ നന്ദിനി കെ കുമാർ, പി കെ മേദിനി എന്നിവരാണ് ജേതാക്കൾ. കേരള സംസ്ഥാന വെയ്റ്റ് ലിഫ്റ്റിംഗ് അസോസിയേഷൻ്റെ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതയാര്? ചിത്ര ചന്ദ്രമോഹൻ. സംസ്ഥാന തിങ്കൾ പദ്ധതി എന്തിനു വേണ്ടി കേരള സർക്കാർ ആരംഭിച്ചു? ആർത്തവ ശുചിത്വത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കാനാണ് തിങ്കൾ പദ്ധതി ആരംഭിച്ചത്. അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പിൻവലിച്ച് തിരിച്ചു വരുന്ന ഇന്ത്യൻ ഫുട്ബോൾ താരം സുനിൽ ഛേത്രി. സുപ്രീം കോടതി ജഡ്ജിയായി നിയമിതനാകാൻ പോകുന്ന കൽക്കട്ട ഹൈക്കോടതിയിലെ ജഡ്ജി ജോയ് മല്യ ബാങ്ജി. അടുത്തിടെ ഗവേഷകർ ഇടുക്കിയിൽ നിന്ന് കണ്ടെത്തിയ വെള്ളപ്പൂക്കളോടുകൂടിയ തെച്ചി വിഭാഗത്തിൽപ്പെട്ട സസ്യം ഇക്സോറ ഗാഡ്ഗിലിയാന. അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പിൻവലിച്ച് തിരിച്ചു വരുന്ന ഇന്ത്യൻ ഫുട്ബോൾ താരം സുനിൽ ഛേത്രി സുപ്രീം കോടതി ജഡ്ജിയായി നിയമിതനാകാൻ പോകുന്ന കൽക്കട്ട ഹൈക്കോടതി ജഡ്ജി ജോയ് മല്യ ബാങ്ജി. അടുത്തിടെ ഗവേഷകർ ഇടുക്കിയിൽ നിന്നും കണ്ടെത്തിയ വെള്ളപ്പൂക്കളോടുകൂടിയ തെച്ചി വിഭാഗത്തിൽപ്പെട്ട സസ്യം ഇക്സോറ ഗാഡ്ഗിലിയാന. അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പിൻവലിച്ച് തിരിച്ചു വരുന്ന ഇന്ത്യൻ ഫുട്ബോൾ താരം സുനിൽ ഛേത്രി സുപ്രീം കോടതി ജഡ്ജിയായി നിയമിതനാകാൻ പോകുന്ന കൽക്കട്ട ഹൈക്കോടതി ജഡ്ജി ജോയ് മല്യ ബാങ്ജി. അടുത്തിടെ ഗവേഷകർ ഇടുക്കിയിൽ നിന്നും കണ്ടെത്തിയ വെള്ളപ്പൂക്കളോടുകൂടിയ തെച്ചി വിഭാഗത്തിൽപ്പെട്ട സസ്യം ഇക്സോറ ഗാഡ്ഗിലിയാന. KSRTCയുടെ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനായി നിലവിൽ വരുന്ന ടോൾ ഫ്രീ നമ്പർ 149. വെള്ളത്തിലുള്ള വിഷലോഹങ്ങളെ തിരിച്ചറിയാൻ വേണ്ടി സെൻസർ വികസിപ്പിച്ചത് IIT ബോംബെ. സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്കായി സൗജന്യമായി സാനിറ്ററി പാഡുകൾ നൽകാൻ പദ്ധതി ആരംഭിച്ച മുനിസിപ്പാലിറ്റി ശ്രീകണ്ഠപുരം. KSRTCയുടെ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനായി നിലവിൽ വന്ന ടോൾ ഫ്രീ നമ്പർ 149. വെള്ളത്തിലുള്ള വിഷലോഹങ്ങളെ തിരിച്ചറിയാൻ വേണ്ടി സെൻസർ വികസിപ്പിച്ചത് IIT ബോംബെ. സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്കായി സൗജന്യമായി സാനിറ്ററി പാഡുകൾ നൽകുന്ന പദ്ധതി ആരംഭിച്ച മുനിസിപ്പാലിറ്റി ശ്രീകണ്ഠപുരം. സംസ്ഥാന വെയ്റ്റ് ലിഫ്റ്റിംഗ് അസോസിയേഷൻ്റെ സംസ്ഥാന സെക്രട്ടറിയായ ആദ്യ ഇന്ത്യൻ വനിത ചിത്ര ചന്ദ്രമോഹൻ. അന്തരിച്ച മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിൻ്റെ സ്മാരകം നിലവിൽ വരാൻ പോകുന്നത് രാഷ്ട്രീയ സ്മൃതിസ്ഥൽ. ജൂനിയർ ലോക ചെസ് അണ്ടർ-20 ചാമ്പ്യൻഷിപ്പിൽ 1ാം സ്ഥാനം സ്വന്തമാക്കിയത് പ്രണവ് വെങ്കിടേഷ്. സംസ്ഥാന വെയ്റ്റ് ലിഫ്റ്റിംഗ് അസോസിയേഷൻ്റെ സംസ്ഥാന സെക്രട്ടറിയായ ആദ്യ വനിത ചിത്ര ചന്ദ്രമോഹൻ. അന്തരിച്ച മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി
മൻമോഹൻ സിംഗിൻ്റെ സ്മാരകം നിലവിൽ വരാൻ പോകുന്നത് രാഷ്ട്രീയ സ്മൃതിസ്ഥൽ. ജൂനിയർ ലോക ചെസ് അണ്ടർ-20 ചാമ്പ്യൻഷിപ്പിൽ ഒന്നാം സ്ഥാനം സ്വന്തമാക്കിയത് പ്രണവ് വെങ്കിടേഷ്. സംസ്ഥാന വെയ്റ്റ് ലിഫ്റ്റിംഗ് അസോസിയേഷൻ്റെ സംസ്ഥാന സെക്രട്ടറിയായ ആദ്യ വനിത ചിത്ര ചന്ദ്രമോഹൻ. അന്തരിച്ച മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിൻ്റെ സ്മാരകം നിലവിൽ വരാൻ പോകുന്നത് രാഷ്ട്രീയ സ്മൃതിസ്ഥൽ. ജൂനിയർ ലോക ചെസ് അണ്ടർ-20 ചാമ്പ്യൻഷിപ്പിൽ ഒന്നാം സ്ഥാനം സ്വന്തമാക്കിയത് പ്രണവ് വെങ്കിടേഷ്. പ്രൊഫഷണൽ സർക്യൂട്ടിലെ വനിതാ താരങ്ങൾക്ക് പ്രതിഫലത്തോടെ പ്രസവാവധി നൽകാൻ തീരുമാനിച്ച കായിക ഇനം ടെന്നീസ്. വനിതാ ദിനത്തിൽ ഗുജറാത്തിലെ നവസാരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത സമ്മേളനം. ലഖ്പതി ദീദി. സംസ്ഥാന സർക്കാരിൻ്റെ വനിതാരത്ന പുരസ്കാരത്തിന് അർഹരായവർ ടി ദേവി, ഡോക്ടർ നന്ദിനി കെ കുമാർ, പി കെ മേദിനി, കെ വാസന്തി, ഷെറിൻ ഷഹാന, എ എൻ വിനയ എന്നിവരാണ്. പ്രൊഫഷണൽ സർക്യൂട്ടിലെ വനിതാ താരങ്ങൾക്ക് പ്രതിഫലത്തോടെ പ്രസവാവധി നൽകാൻ തീരുമാനിച്ച കായിക ഇനം ടെന്നീസ്. വനിതാ ദിനത്തിൽ ഗുജറാത്തിലെ നവസാരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത സമ്മേളനം. ലഖ്പതി ദീദി. സംസ്ഥാന സർക്കാരിൻ്റെ വനിതാരത്ന പുരസ്കാരത്തിന് അർഹനായവർ ടി ദേവി, ഡോക്ടർ നന്ദിനി കെ കുമാർ, പി കെ മേദിനി, കെ വാസന്തി, ഷെറിൻ ഷഹാനി, എ എൻ വിനയ എന്നിവരാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.